നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥ മോൺസ്റ്റർ ഹണ്ടർ എന്ന് പറഞ്ഞിട്ട് 2020 പുറത്തിറങ്ങിയ ഒരു സിനിമയുടേതാണ്. ഈ സിനിമയിൽ ഫാൻറ്റസി ഉണ്ട്, ടൈം ട്രാവൽ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. സിനിമയുടെ തുടക്കത്തിൽ ഭൂമി പോലെ മറ്റൊരു പാരലൽ വേൾഡ് കാണിച്ചു തരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കപ്പൽ ഓടിക്കുന്നത് കടലിലൂടെയാണ്, പക്ഷേ ഈ ലോകത്ത് പൂഴിയിലൂടെ വരെ കപ്പൽ ഓടിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായൊരു ലോകം. അങ്ങനെ അതിലൂടെ ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. അവരെ കാണുമ്പോൾ എന്തോ വേട്ടക്കാരെ പോലെ തോന്നിക്കുന്നുണ്ട്. അവരുടെ വേഷവിധാനങ്ങളെല്ലാം അങ്ങനെയാണ്. അതിൽ ഒരു തലവനുണ്ട്, കൂടാതെ നമ്മുടെ ഹീറോയും അതിലുണ്ട്. നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ഒരു വാച്ച് ടവർ നോക്കിയിട്ട് നമ്മൾ ശരിയായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. സൂചനകളൊക്കെ നോക്കിയിട്ട് അവരെന്തോ യുദ്ധത്തിന് പുറപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് 2 മോൺസ്റ്റേഴ്സ് ആ കപ്പലിനെ ആക്രമിക്കുന്നു. കപ്പലിലുള്ളവരൊക്കെ അവിടെ ഇവിടെയായിട്ട് ചിതറി വീണുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ പാറയിലിടിച്ച് തകരാതിരിക്കാൻ നമ്മുടെ തലവൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. കപ്പലും ആ മോൺസ്റ്ററിൻ്റെ ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിലെ 2-3 പേരെ ആ മോൺസ്റ്റേഴ്സ് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ആ കൊല്ലുന്ന സീനൊക്കെ കപ്പലിൽ നിന്ന് താഴേക്ക് വീഴുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഒരു വീപ്പക്കുറ്റി അവൻ്റെ മേലേക്ക് വീണ് അവനും ആ മരുഭൂമിയിലേക്ക് തെറിച്ചു വീഴുന്നു. ഇപ്പോൾ കപ്പൽ അവിടെ നിന്നും ദൂരേക്ക് പോയി. താഴെ വീണ ഹീറോ മരിച്ചോ എന്ന് നോക്കുമ്പോൾ ഇല്ല, ചെറുതായിട്ടൊന്ന് ബോധം പോയതേ ഉള്ളൂ. ആ സീനോടുകൂടി സിനിമയുടെ പേര് മോൺസ്റ്റർ ഹണ്ടർ എന്ന് കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് നായികയാണ്. ആർട്ടിമിസ് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി ഒരു ആർമി ഓഫീസറാണ്. പുള്ളിക്കാരിയുടെ കീഴിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടീമായിട്ട് അവർ റോന്ത് ചുറ്റാൻ വന്നതാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പായിട്ട് പോയ ബ്രാവോ ടീമിനെ അവിടെയൊന്നും കാണാനില്ല. അവർ മിസ്സിംഗ് ആണ്. അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായികയും ടീമും. അവസാനമായിട്ട് അവരുടെ സിഗ്നൽ വന്ന സ്ഥലത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എന്തോ സംഘടന നടന്നതായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നു. ഹീറോയിന് ആകെ ഒരു അങ്കലാപ്പായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബ്രാവോ ടീമിനെ അന്വേഷിച്ച് ആ സംഘം മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ആ മരുഭൂമിയിൽ പല തരത്തിലുള്ള പഴയ കല്ലുകളും കാണുന്നു. ശിലായുഗത്തിലെ ശിലകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ആ ടീമിൽ ഒരാൾ നായികയോട് ചോദിക്കും, മാഡത്തിന് ഇതെന്താണെന്ന് അറിയുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറയും, ഞാനൊരു ആർമി ഓഫീസറാണ്, അല്ലാതെ പുരാവസ്തു ഗവേഷകയല്ല എന്ന്. അങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് അവർ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ബ്രാവോ ടീം സഞ്ചരിച്ച വാഹനത്തിന്റെ ചക്രത്തിന്റെ പാടുകൾ ആ മരുഭൂമിയിൽ എവിടെയോടെയായി കാണാൻ സാധിച്ചു. അത് ഫോളോ ചെയ്തു പോയപ്പോൾ കുറച്ചു ദൂരത്തിന് ശേഷം ആ പാടുകളൊന്നും കാണാതാവുന്നു. അതുകൊണ്ട് ഇവിടെയാവാം ബ്രാവോ ടീം അവസാനമായി എത്തിച്ചേർന്നത് എന്നുള്ള നിഗമനത്തിൽ അവരെത്തുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു, വളരെ വലിയൊരു കൊടുങ്കാറ്റ്. അതിൽ നിന്നും രക്ഷ നേടാനായി അവർ വാഹനമെടുത്ത് മുന്നോട്ടേക്ക് വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പക്ഷേ അവർക്ക് ആ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാനായില്ല. അവർ അതിൽ പെട്ടുപോകുന്നു. കൊടുങ്കാറ്റിനോടൊപ്പം ഇടിയും മിന്നലും ഒക്കെ വന്നു തുടങ്ങി. നേരത്തെ നമ്മൾ കണ്ട ആ ശിലകളിലെ അവ ചാർജ് ആവുന്നു. അതിൽ നിന്ന് എന്തൊക്കെയോ എഴുത്തുകൾ രൂപപ്പെടുന്നു. പെട്ടെന്ന് ഇവരുടെ വാഹനത്തിന് മുന്നിൽ ഒരു വലിയ കിടങ്ങ് രൂപപ്പെടുകയും ഇവർ ആ കിടങ്ങിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നായികയും സംഘവും ഭൂമിയിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അവർ ചെന്ന് വീഴുന്നത് മറ്റൊരു ലോകത്താണ്. നായികയ്ക്കും സംഘത്തിനും ഒന്നും മനസ്സിലാകുന്നില്ല. ബോധം തെളിഞ്ഞപ്പോൾ അവർ മറ്റൊരു മരുഭൂമിയിലാണുള്ളത്. അവരാകെ കൺഫ്യൂഷനിലാണുള്ളത്. അങ്ങനെ ഹീറോയിൻ തൻ്റെ ടീം അംഗങ്ങളോട് ഇവിടെ GPS-ഓ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. പക്ഷേ അവർ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ ആ ടീമിലുണ്ടായിരുന്ന ഒരു കറുത്ത മുട്ട ആ മണൽത്തിട്ടയ്ക്ക് അപ്പുറം എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. എന്താണെന്ന് ഇവരൊക്കെ പോയി നോക്കുമ്പോൾ അവരാകെ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് തങ്ങളുടെ ബ്രാവോ ടീമിലെ അംഗങ്ങളും അവരുടെ വണ്ടികളും ഒക്കെയാണ്. ആ ബ്രാവോ ടീമിൽ ഇപ്പോൾ ആരും ബാക്കിയില്ല. എല്ലാവരും കത്തിക്കരിഞ്ഞു പോയി. ഹീറോയിനൊക്കെ ആകെ ടെൻഷൻ അടിച്ചു പോയി. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ അവർ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അതേസമയം ദൂരെ നിന്ന് ഒരാൾ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നറിയോ? ആദ്യം ആ കപ്പലപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഹണ്ടർ ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരൻ. അയാൾ ഒരു വലിയ മലയ്ക്ക് മുകളിൽ നിന്നും ഇവർ വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവന് എന്തോ ഇവരോട് പറയാനുണ്ട്.
അതിനു വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും എടുക്കുന്നു. അതേസമയം നായിക ഒരു കാഴ്ച കണ്ട് ഞെട്ടുന്നു. അവർക്ക് ചുറ്റും വലിയ ഒരു അസ്ഥികൂടം നിൽക്കുകയാണ്. ഇതെന്താ ദിനോസറിൻ്റെ ആണോ അതോ വല്ല ജീവിയുടെയുമാണോ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. വളരെ ഭീമാകാരമായ ഒരു അസ്ഥികൂടം. അതേസമയം തന്നെ നമ്മുടെ ഹീറോ ആ അമ്പെടുത്ത് അസ്ഥികൂടത്തിലേക്ക് എയ്യുന്നു. അത് ആ അസ്ഥികൂടത്തിൽ തറച്ച് ഒരു ചുവന്ന നിറത്തിലുള്ള പൊടി പറക്കുന്നു. എന്താണെന്ന് പോലും ചിന്തിക്കാതെ ആ ആർമി സംഘം നായകൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വെടിയുതിർക്കുന്നു. ചറപ്പറ വെടി. ഹീറോ അവരോട് അവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. പക്ഷേ ഇവർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ നായിക പെട്ടെന്ന് എന്തോ കണ്ടുകൊണ്ട് അവരോട് വെടി നിർത്താൻ പറയുന്നു. അതിനുശേഷം നേരത്തെ തെറിച്ചു വീണ ആ ചുവപ്പ് പൊടിയില്ലേ, അതെന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. റെഡ് ചോക്ക് പൗഡർ ആയിരുന്നു അത്. അതിനിടയിൽ ആ സ്ഥലത്ത് എന്തോ ഭൂമികുലുക്കം വരുന്നത് പോലെ ഭൂമിയൊക്കെ നടുങ്ങാൻ തുടങ്ങി. ആ സമയത്ത് മണലിനുള്ളിലൂടെ എന്തോ ഒരു സാധനം അവരുടെ നേരെ വരുന്നതായിട്ട് അവർ കാണുന്നു. അവർ വേഗം കാർ സ്റ്റാർട്ടാക്കി മുന്നിലേക്ക് എടുത്തു. പക്ഷെ ആ മോൺസ്റ്റർ അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു. നായിക ആ മോൺസ്റ്ററിന് നേരെ ചറപറ വെട്ടിവെക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവരുടെ വണ്ടിയിൽ ഒന്നിനെ ആ മോൺസ്റ്റർ അടിച്ച് തെറിപ്പിച്ച് പറപ്പിക്കുന്നു. അതിനുശേഷമാണ് ആ മോൺസ്റ്റർ പൂഴിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഒരു ഭീകര സത്വം. ആ രൂപം കണ്ട് ഹീറോയിനും സംഘവും ഞെട്ടിത്തരിച്ചുപോയി. അതിനിടയിൽ അതിൻ്റെ കൊമ്പ് ഉപയോഗിച്ച് ഒരു കാറ് അടിച്ച് തെറിപ്പിച്ച് ഒരുത്തനെ കൊല്ലുന്നു. ഹീറോയിൻ്റെ വണ്ടി എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാകുന്നില്ല. അതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹീറോയിനും മറ്റ് രണ്ടുപേരും ആ മോൺസ്റ്ററിന് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ കൂടി വണ്ടി സ്റ്റാർട്ടായി. അത് അവർ മുന്നോട്ടേക്ക് എടുക്കുകയാണ്. പക്ഷേ മോൺസ്റ്റർ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അവർ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഓടി വന്ന് ആ ജീപ്പ് തട്ടിത്തെറിപ്പിക്കുന്നു. അതിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് അപകടം പറ്റുന്നു. പപ്പടം പോലെ തവിടുപൊടിയാക്കിയ ജീപ്പിനുള്ളിൽ നിന്നും ഫോർക്ക് ഉപയോഗിച്ച് ചിക്കൻ പീസ് എടുക്കുന്നത് പോലെ ഒരു ആർമിക്കാരനെ ആ മോൺസ്റ്റർ അതിൻ്റെ കൊമ്പിൽ കോർത്ത് മുകളിലേക്ക് എടുക്കുന്നു. പക്ഷേ ആ ആർമിക്കാരൻ മരിക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഗ്രനേഡുകളും ഓപ്പൺ ചെയ്ത് അതിൻ്റെ വായിലേക്ക് എറിയുന്നു. അവിടെ കിടന്നത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അത് ആ മോൺസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്തില്ല. അടിതെറ്റിയ ആനയും വീഴുമല്ലോ. നമ്മുടെ മോൺസ്റ്ററും ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. ഹീറോയും ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മലമുകളിൽ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. മോൺസ്റ്റർ ഒന്ന് അടിപതറി നിൽക്കുന്ന സമയം കൊണ്ട് നായികയും സംഘവും അവിടെ നിന്ന് ഓടി ഒരു പാറയിടുക്കിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ മോൺസ്റ്റർ പിന്നാലെ തന്നെ വന്ന് അവിടെ ഉണ്ടായിരുന്ന പാറകളൊക്കെ തല്ലി പൊട്ടിച്ച് നായികയെയും കൊല്ലാൻ ശ്രമിക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോ അമ്പിൽ ബോംബ് വെച്ചിട്ട് മോൺസ്റ്ററിന് നേരെ എയ്യുന്നു. പക്ഷെ അതിന് ഒന്നും സംഭവിക്കുന്നില്ല. മോൺസ്റ്റർ ആ സമയത്ത് ഹീറോയെ കാണുന്നു. ഹീറോ അതിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊലവെറിയോടെ. മോൺസ്റ്ററിനെ ഭയന്ന് നായികയും സംഘവും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിലേക്ക് കയറി ഒളിക്കുന്നു. പക്ഷേ മോൺസ്റ്ററും വിടാതെ അവരുടെ പിന്നാലെ കയറി വരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോകുന്നു. നായികയും സംഘവും അതിനെതിരെ വെടി തുരുതുരാ വെച്ചെങ്കിലും അതിന് ഒന്നും സംഭവിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആയിരുന്നു ആ മോൺസ്റ്റർ. അതിനുശേഷം ഇവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ മോൺസ്റ്റർ നേരെ പൂഴിക്കടിയിലേക്ക് പോകുന്നു. സൂര്യൻ മെല്ലെ അസ്തമിച്ചു തുടങ്ങി. രാത്രിയായി. ആ ടീം മുഴുവൻ മോൺസ്റ്ററിനെ പേടിച്ച് ആ ഗുഹയ്ക്കുള്ളിലിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പെണ്ണ് ചോദിക്കും, ഇതെന്ത് ജീവിയാണ്, ഇതിനെതിരെയാണ് നമ്മൾ പോരാടാൻ പോകുന്നത്, നമ്മളുടെയൊക്കെ അവസ്ഥ പരിതാപകരമായിരിക്കുമെന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടീം ലീഡറായ നായിക പറയും, നിങ്ങൾ പേടിക്കാതിരിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക, നിങ്ങൾ എന്തൊക്കെ വന്നാലും ഞാൻ രക്ഷിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് അവരെ സമാധാനിച്ച് തിരിയുമ്പോഴേക്കും ഒരു വലിയ ജീവി വന്നിട്ട് ഞണ്ടിനെയൊക്കെ പോലെയുണ്ട്. അത് വന്ന് നായികയെ ഇറുക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിക്കും. അതേസമയം നായികയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആ ജീവിക്ക് നേരെ വെടിയുതിർക്കും. അത് ഭയന്ന് നായികയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഇവർ നായികയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നായികയ്ക്ക് ബോധമില്ല. ശ്വാസം പോലും കഴിക്കുന്നില്ല. CPR ചെയ്ത് നോക്കിയെങ്കിലും നായികയ്ക്ക് ബോധം വന്നില്ല. അവൾ മരിച്ചു എന്ന് തന്നെ അവർ ഉറപ്പിച്ചു. അപ്പോഴേക്കും ഒരുപാട് ഭീകരജീവികൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. അതോടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായികയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഓടിപ്പോകുന്നു. അവർ 3 പേരും പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ചുറ്റും ആ ജീവികളാണ് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരതിനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുനിന്ന ഹീറോ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പ് വിട്ടുകൊണ്ട് ഓരോ ജീവികളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഭീകരസത്വം അവരിൽ ഒരാളുടെ തല കടിച്ച് പിഴുതെടുത്ത് അയാളെ കൊല്ലുന്നു. ഇപ്പോൾ ആ ടീമിൽ ബാക്കിയുള്ളത് ആ കറുമ്പൻ മുട്ടത്തലേനും പിന്നെ ഒരു പെണ്ണുമാണ്. ആ ഭീകരസത്വം നായകനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവൻ വേഗം പോയിട്ട് അവൻ്റെ ഗുഹയിലേക്ക് കയറി സേഫായിട്ട് ഒളിക്കുന്നു. നമ്മൾ മരിച്ചു എന്ന് കരുതിയ നായിക മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഭീകരസത്വം അവളെയും എടുത്തിട്ട് പോകുന്നു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുറ്റും എന്തോ മൂടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ പ്യൂപ്പയൊക്കെ പോലെ. അവൾ അത് വലിച്ചു കീറി പുറത്തു നോക്കുമ്പോൾ ചുറ്റും അതുപോലുള്ള ഒരുപാട് പ്യൂപ്പകൾ, അവിടെ നിറയെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നതും നായിക കണ്ട് ഞെട്ടുന്നു. നായിക നോക്കുമ്പോൾ
നോക്കുമ്പോൾ ഭൂമിക്കടിയിലേക്ക് ഒരു തുരങ്കം പോലെ കാണുന്നു. അവിടെ നിറച്ചും ഈ രാക്ഷസ ജീവികളുടെ കൂടാണ് കാണുന്നത്. നായിക വേറൊന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കാൻ തുടങ്ങി. അവൾ അവിടെയൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് കുറച്ച് ബുള്ളറ്റും അതുപോലെ ലൈറ്ററും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവൾക്ക് കിട്ടുന്നു. അത് ഉടനെ തന്നെ ബാഗിലേക്ക് എടുത്തിട്ടിട്ട് അവൾ അവിടെ നിന്നും നടക്കാൻ തുടങ്ങുന്നു. അവിടെ മുഴുവൻ ഇരുട്ടായതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ എടുത്ത് കത്തിക്കുന്നു. ചുറ്റിൽ നിന്നും ഒരുപാട് ശബ്ദങ്ങൾ, പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും വകവയ്ക്കാതെ അവൾ മുന്നോട്ടേക്ക് നടന്നു. വഴിയിലുടനീളം ആ രാക്ഷസ ജീവികളുടെ മുട്ടകൾ കാണാൻ സാധിക്കുമായിരുന്നു. പെട്ടെന്ന് ആരോ നായികയുടെ കയ്യിൽ പിടിക്കുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ ആ ടീമംഗമായ കറുത്ത മുട്ടയാണത്. അവനും ഭയങ്കരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാവരും മരിച്ചു, ഇവനെയെങ്കിലും കൂട്ടി പുറത്തേക്ക് രക്ഷപ്പെടാമെന്ന് നായിക ചിന്തിക്കുന്നു. അപ്പോൾ എന്തോ ചെറിയൊരു ശബ്ദം കേട്ടിട്ട് കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് വീണ്ടും തെളിയിക്കുന്നു. അപ്പോഴാണ് തൊട്ടു മുന്നിലായിട്ട് ഒരു വലിയ രാക്ഷസ ജീവി ശബ്ദമുണ്ടാക്കാതെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ കറുത്ത മുട്ട നിലവിളിക്കാൻ തുടങ്ങി. നായിക എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ശരീരം പിളർന്ന് ഒരുപാട് രാക്ഷസ ജീവികളുടെ മുട്ടകൾ പുറത്തേക്ക് വരുന്നു. ആ രാക്ഷസ ജീവി അവനെ ഒറ്റപ്പിടിയിൽ കൊന്നുകളയുന്നു. ദേഷ്യം സഹിക്കവയ്യാതെ നമ്മുടെ നായിക കയ്യിലുണ്ടായിരുന്ന തീയോട് ചേർത്ത് ഒരു സ്പ്രേ കൂടി അടിക്കുന്നു. അതോടെ ആ ഏരിയ മുഴുവനായിട്ട് കത്തി എരിയാൻ തുടങ്ങുന്നു. ആ ഭീകര സത്വവും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടാൻ നോക്കിയ നായികയുടെ കാലിൽ പിടിച്ചിട്ട് പിന്നെയും ആ ജീവി ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായിക കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റ് ആ തീയിലേക്ക് എറിയുന്നു. അത് ആ തീയിൽ പൊട്ടിത്തെറിച്ച് ആ ജീവി അവിടെ കിടന്ന് ചാവുന്നു. ഹീറോയിൻ എങ്ങനെയൊക്കെയോ കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് നായികക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ രാക്ഷസ ജീവികൾ രാത്രി മാത്രമേ പുറത്തു വരികയുള്ളൂ. അവ ആ സമയത്ത് മാത്രമേ ആക്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയായാൽ ഉടൻ തന്നെ അവ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് നായിക മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും നായികക്ക് മേലാകെ ആ ജീവി എന്തോ ഉള്ളതുപോലെ തന്നെ തോന്നുന്നു. അതുകൊണ്ട് ഡ്രസ്സൊക്കെ വലിച്ചൂരി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ പൊസിഷൻ ഇങ്ങനെ സൂം ചെയ്തു വരുന്നു. നോക്കുമ്പോഴോ അവിടെ ഫുള്ള് അതുപോലുള്ള രാക്ഷസ ജീവികളുടെ ഒരു കൂട്ടം കൂടുകളാണ് ഉള്ളത്. അപ്പോൾ നായികയ്ക്ക് അവളുടെ മെറ്റൽ ബോക്സ് കിട്ടും. അതിനുള്ളിലാണ് അവളുടെ വെഡിങ് റിംഗ് ഉള്ളത്. അത് കണ്ടപ്പോൾ കുറച്ച് സമാധാനവും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നു. ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു തോന്നൽ നായികയ്ക്ക് വരുന്നു. അതിന് വേണ്ടിയിട്ട് കാലൊക്കെ മുറിഞ്ഞിട്ടല്ലേ ഉള്ളത്. കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ബുള്ളറ്റിൽ നിന്ന് അതിൻ്റെ വെടിമരുന്നെടുത്ത് ആ മുറിവിലേക്ക് ഇട്ട് അതിന് തീ കൊളുത്തി അത് കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം അതിന് മുകളിലേക്ക് സോക്സൊക്കെ ഇട്ട് ആ മുറിഞ്ഞ കാലുമായിട്ട് ഒരു മലയുണ്ടായിരുന്നല്ലോ നായകനൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നത്, അതിന് മുകളിലേക്ക് നടന്നു പോകുന്നു. അവിടെ പോയി മുകളിലെത്തി ചുറ്റും നോക്കുന്നു. ആ മരുഭൂമിയിലൂടെ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് നോക്കിക്കൊണ്ട്. പക്ഷേ കണ്ണെത്തുന്ന ദൂരത്ത് എവിടെയും ഒരു സാധനവും അല്ലെങ്കിൽ ഒരു കാര്യവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. നിരാശയോടെ നായിക ഒരു കല്ലെടുത്തിട്ട് താഴേക്ക് ആ മരുഭൂമിയിലേക്ക് എറിയും. അപ്പോൾ തന്നെ ആ മോൺസ്റ്റർ ഉണ്ടല്ലോ അത് ചാടി വന്ന് ആ കല്ല് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ നായികയ്ക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ആ മോൺസ്റ്റർ വന്ന് തങ്ങളെ ആക്രമിക്കുമെന്ന്. ഇതിനെ കടന്നു വേണം നായികയ്ക്ക് രക്ഷപ്പെട്ടു പോവാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മോൺസ്റ്റർ പൂഴിക്കടിയിലേക്ക് തന്നെ പോകുന്നു. അതിനുശേഷം നായിക എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ, കുടിക്കാൻ വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവിടെയൊക്കെ പരതി നടക്കുന്നു. ഹീറോയും ഹീറോയിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അത് ഹീറോയിന് കാണുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്ത് തകർന്നടിഞ്ഞ ഒരു കപ്പൽ കാണുന്നു. അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നായിക അതിലേക്ക് പോകുന്നു. പക്ഷേ ഒന്നും കാണുന്നില്ല. ഒരു ചെറിയ ബക്കറ്റ് പോലെ എന്തോ കാണും. അതിലേക്ക് എത്തി നോക്കിയപ്പോൾ പക്ഷേ വെറും മണ്ണാണുള്ളത്, വെള്ളമില്ല. അവിടെ നിന്ന് ആ കപ്പലിൻ്റെ ബേസ്മെൻറ്റിലേക്ക് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ആരോ തന്നെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് നായികക്ക് തോന്നും. അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് പിടിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് പിന്നിലെ വന്ന് അവളുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ നായിക വിടുവോ? നായിക ഒരു പട്ടാളക്കാരിയല്ലേ. അവളും തിരിച്ച് നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഒരു അടിപൊളി ഫൈറ്റ്. രണ്ടുപേരും തമ്മിൽ ടഫ് ഫൈറ്റ്. ഒരാൾ അങ്ങോട്ടേക്ക് അടിക്കുന്നു, മറ്റേ ആൾ തിരിച്ചടിക്കുന്നു. അങ്ങനെ അടിപൊളി ഫൈറ്റ്. അങ്ങനെ അതിനിടയിൽ നായകൻ നായികയ്ക്ക് നേരെ നീട്ടിയ ആ കത്തി പിടിച്ച് തിരിച്ച് നായകൻ്റെ തോളിലേക്ക് നായിക കുത്തിയിറക്കുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ആ കത്തി വലിച്ചൂരി നായികയ്ക്കിട്ട് ടപാ എന്ന് പറഞ്ഞൊരു ഒറ്റയടി. നായിക ടമാർ അവിടെ വീണു. ബോധം കെട്ട നായികയെ ബന്ദിയാക്കി നായകൻ അവൻ താമസിക്കുന്ന ആ പാറയിടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. അതിനിടയിൽ നായിക താഴേക്ക് ഉരുണ്ടു വീഴുകയും നായകൻ കാണാതെ ഒരു കല്ലെടുത്ത് കയ്യിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നായകൻ നായികയെയും കൂട്ടിയിട്ട് ആ പാറയിടുക്കിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഇരുട്ടായി. ഒരുപാട് രാക്ഷസ ജീവികൾ ആ മൺപുറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ആ ഗുഹയ്ക്കുള്ളിൽ കയറി സേഫായിട്ട് അടച്ചിട്ടിരിക്കുന്നു. നമ്മുടെ നായകൻ അവിടെ നിന്ന് പായലും അതുപോലെ കുറച്ച് വെള്ളവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇത്രയും കാലം ജീവിച്ചത് അത് രണ്ടും കഴിച്ചുകൊണ്ടാണ്. അപ്പോഴേക്കും നായിക ഇവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ആ ശബ്ദം കേട്ടിട്ട് ആ രാക്ഷസ ജീവികളെല്ലാം ഇവരുടെ ഗുഹയ്ക്ക് മുകളിലായിട്ട് വന്ന് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നായകൻ പെട്ടെന്ന് നായികയോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിക്കുന്നു.
അതിനുശേഷം അവൻ ആ പായൽ പറിച്ചിട്ട് അത് തന്നെ അരച്ച് മരുന്നായിട്ട് അവൻ്റെ മുറിവിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ നായിക ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നായിക കിടന്നുറങ്ങുകയാണ്. അതിനുശേഷം അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാവയും ഒരു വലിയ പാവയും വെച്ചിട്ട് എന്തോ പൂജ ചെയ്യുകയാണ്. അതൊക്കെ നായിക നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി. നായകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നായിക ഉറങ്ങിക്കിടക്കുന്നത് പോലെ അഭിനയിക്കുന്നു. ഏതായാലും പുറത്തെന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നായകൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തു പോയിട്ട് ആ രാക്ഷസ ജീവികളുടെയും അതുപോലെ ആ മരുഭൂമിയിലുള്ള മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് നോക്കി പഠിച്ചിട്ട് അവൻ തിരിച്ച് ആ ഗുഹയ്ക്കുള്ളിലേക്ക് വരുന്നു. നോക്കുമ്പോൾ നായികയെ കാണാനില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് നായിക ടപാന്നും പറഞ്ഞിട്ട് ഒരു മരത്തടി വെച്ചിട്ട് അവനെ അടിച്ച് താഴെ കിടന്നു. പാവം നായകൻ നായികയെ കെട്ടിയിട്ടതുപോലെ തന്നെ നായിക അവനെയും തിരിച്ച് കെട്ടിയിടുന്നു. അതിനുശേഷം ദാഹിച്ചു വലഞ്ഞ അവൾ അവിടെയുള്ള വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുന്നു. ഒരാവശ്യമില്ലാണ്ട് പുള്ളിക്കാരി നമ്മുടെ നായകനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഒരു ചിയേഴ്സും പറഞ്ഞു. ദേഷ്യം വന്ന അവൻ ആ വെള്ളം തട്ടിമറിച്ച് കളയുകയും ചെയ്തു. അവൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മര്യാദക്ക് വെള്ളം കുടിച്ചാൽ പോരായിരുന്നു. ദേഷ്യം വന്ന ഹീറോയിൻ എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ഹീറോ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ, ആ പ്രതിമ അടിച്ച് തകർക്കുന്നു. ദേഷ്യം വന്ന ഹീറോ അവൻ്റെ കെട്ട് തിരിഞ്ഞ് മുന്നിലേക്കെടുത്ത് ഹീറോയിനിട്ട് പൊട്ടിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാരകമായ അടി. അതിനിടയിൽ രണ്ടുപേരും താഴേക്ക് വീണ് അവിടുന്ന് ഉരുണ്ട് ആ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പോകുന്നു. എവിടത്തേക്കാണ് പോകുന്നതെന്നറിയോ? ആ രാക്ഷസ ജീവികളുള്ള പാറക്കെട്ടിലുകൾക്കടുത്തേക്ക്. അങ്ങനെ അതിനിടയിൽ ഈ നായകൻ നേരെ ഉരുണ്ട് ആ പാറക്കെട്ടിനുള്ളിലേക്ക്, അതായത് രാക്ഷസ ജീവിയുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വീണു പോകുന്നു. പക്ഷെ പെട്ടെന്ന് നായിക അവൻ്റെ കൈ പിടിച്ച് അവനെ പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം നായകൻ്റെ വിശ്വാസം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന കയറ് അഴിച്ചുവിടുന്നു. പക്ഷെ എന്നാലും നായകന് അത്രമാത്രം ഇങ്ങനെ വിശ്വാസം വന്നില്ല നായികയെ. അവനൊരു ചെറിയ സംശയത്തോടു കൂടെ തന്നെയാണ് ഇപ്പോഴും നായികയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം നായിക എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരനെ എടുത്ത് കൊടുക്കും. പുള്ളിക്കാരൻ അതെടുത്ത് മണപ്പിച്ച് നോക്കിയിട്ട് എന്തെന്ന് സാധനം എന്നും പറഞ്ഞിട്ട് തിരിച്ച് നായികയ്ക്ക് കൊടുക്കും. നായിക അത് തിന്ന് കാണിച്ചു കൊടുക്കും. രണ്ട് ലോകമല്ലേ, അപ്പോൾ ഒരുപക്ഷെ ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാവില്ല നമ്മുടെ നായകൻ്റെ സ്ഥലത്ത്. അപ്പോൾ നായിക കഴിക്കുന്നത് കണ്ടതിന് ശേഷം നായകനും അതെടുത്ത് കഴിക്കുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരൻ വീണ്ടും ചോദിച്ചു. പക്ഷേ നായികയുടെ കയ്യിൽ വേറെ ഇല്ല. അങ്ങനെ അത് വേറെ ഇല്ല എന്നൊക്കെ ആംഗ്യ ഭാഷയിൽ കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരുടെയും ലാംഗ്വേജ് ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാകുന്നില്ല എന്താ പറയുന്നതെന്നുള്ളത്. പിന്നെ സൈൻ ലാംഗ്വേജ് വഴിയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അതിനുശേഷം നായകൻ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം എടുത്ത് നായിക കൊടുക്കുന്നു. നായിക പെട്ടെന്ന് എന്തോ കിട്ടിയ പോലെ, എന്താ പറയുക, അത്ര നായിച്ചിരിക്കുകയായിരുന്നു പാവം. അവൾ ആ വെള്ളം കുടിച്ച് നായകന് നന്ദിയും പറയുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് ആ മലമുകളിലേക്ക് ചെന്നിട്ട് ആ കൊടുങ്കാറ്റുള്ള ഭാഗം ശ്രദ്ധിക്കുന്നു. അത് കടന്നു പോയാൽ മാത്രമേ രണ്ടുപേർക്കും തങ്ങളുടേതായ ലോകത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് കടന്നു പോകണമെങ്കിൽ ആ മോൺസ്റ്ററിനെ കടന്നു വേണം പോവാൻ. ആ മോൺസ്റ്റർ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇരയെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ആ മോൺസ്റ്ററിനൊരു പേരുണ്ട്, ഡയോബ്ലസ്. ഇതുപോലെ ഈ മോൺസ്റ്റർ ഹണ്ടർ എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന ഓരോ മോൺസ്റ്ററിനും ഓരോ പേരുണ്ട്. അതൊന്നും ഞാൻ പറയാത്തത് കൺഫ്യൂഷൻ ആകണ്ട എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നായിക പറയുന്നു നമുക്ക് ആ മോൺസ്റ്ററിനെ കൊല്ലണം, അതിനുശേഷം മാത്രമേ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ നായകൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്ന സൈൻ ലാംഗ്വേജിലാണ്. അവിടെ നിന്ന് നേരെ നായികയും കൂട്ടിയിട്ട് ആ വലിയ രാക്ഷസ ജീവികളുള്ള മൺപുറ്റുകളില്ലേ അതിന് മുന്നിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നു. നായികക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് അതിനെ, അതായത് വലിയ മോൺസ്റ്ററിനെ കൊല്ലാനുള്ള മാർഗം കിട്ടുകയുള്ളൂ എന്നാണ്. പക്ഷെ നായികക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ കിട്ടാൻ, ഇതിൻ്റെ ഉള്ളിൽ ആ വലിയ രാക്ഷസ ജീവിയല്ലേ എന്നുള്ള സംശയമുണ്ട്. അപ്പോഴാണ് അവൻ പറയുന്നത് ആ രാക്ഷസ ജീവി ഉണ്ടല്ലോ ആ പുറ്റിനുള്ളിലുള്ളത്, അതിൻ്റെ വിഷമെടുത്ത് വേണം നമുക്ക് ആ വലിയ മോൺസ്റ്ററിനെ ആക്രമിക്കാൻ. എന്നാൽ മാത്രമേ അതിന് ഉറക്കം വരികയുള്ളൂ. അതിനുശേഷം മാത്രം നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നായകൻ ആംഗ്യ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ നായികക്കും ഓക്കെ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാവും. അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് അതിനൊരു പ്ലാൻ തയ്യാറാക്കും. ഇപ്പോൾ ഹീറോയിൻ ആ മൺപുറ്റുകൾക്ക് സമീപത്ത് നിൽക്കുകയാണ്. ഉച്ചത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. രാത്രിയായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു രാക്ഷസ ജീവി അവളെ ആക്രമിക്കാൻ വരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നായിക ഓടി അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രാപ്പിലേക്ക് വരുന്നു. രാക്ഷസ ജീവിക്ക് ഇതുണ്ടോ പറയുന്നു. അവന് നേരെ വന്നിട്ട് അവരുടെ ട്രാപ്പിൽ കുടുങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ നായകൻ മേലെ ഒരു മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടി മോൺസ്റ്ററിന്റെ തല 2 പീസാക്കുന്നു. അതിനുശേഷം ആ ജീവിയുടെ വിഷക്കൈ മാത്രം മുറിച്ചെടുത്ത് അവിടെ നിന്നും ഓടുന്നു. അപ്പോഴേക്കും ഈ ശബ്ദം കേട്ടിട്ട് ഒരുപാട് രാക്ഷസ ജീവികൾ അങ്ങോട്ടേക്കായിട്ട് വരുന്നു. പക്ഷെ ഇവർ നേരെ ഓടി കയറി അവരുടെ ഗുഹക്കുള്ളിൽ അടച്ചിരിക്കും. അതിനുശേഷം നായികയുടെ കയ്യിൽ ഒട്ടിപ്പോ പശ പോലെ തന്നെ ഒരു സാധനമില്ലേ, നമ്മൾ ബാഗിലും അതിനും ഇതിനും ചെരുപ്പിനും ഒക്കെയുള്ള സാധനം, അതുപോലെയുള്ള സാധനം പറിച്ചിട്ടും ഒട്ടിച്ചിട്ടും നമ്മുടെ നായകൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളെ പോലെ. പക്ഷെ ആ ശബ്ദം കേട്ടിട്ടും മോൺസ്റ്റേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് ചാടി കയറി വന്നു. ഇവരുടെ ഗുഹ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗുഹ നല്ല
സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇവർക്കൊന്നും പറ്റുന്നില്ല. അതിനുശേഷം ഹീറോ നേരത്തെ ചെയ്തതുപോലെ ആ പ്രതിമകൾ വെച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും ഇത് ആരാണ് എന്ന്. അപ്പോൾ നായകൻ പറയും ഇതാണ് എൻ്റെ ഫാമിലി. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, അത് ഹീറോയുടെ ഭാര്യയും മകനുമാണോ അതോ അനിയത്തി അനിയനാണോ, അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കൃത്യമായിട്ട് നൽകുന്നില്ല. ഏതായാലും അവർ രണ്ടുപേരും മരിച്ചു എന്നുള്ള കാര്യം നായികയ്ക്ക് മനസ്സിലാവുന്നു. അടുത്ത ദിവസം രാവിലെയായി. ഇപ്പോൾ നമ്മുടെ മോൺസ്റ്ററിന്റെ ഒരു പീസ് അടർത്തിക്കൊണ്ട് വന്നിട്ടില്ലേ വിഷക്കൈ, അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള നഖം മാത്രം ഊരി മാറ്റിയെടുക്കുന്നു. അതിനുശേഷം അതുപയോഗിച്ച് വിഷവും പുരട്ടി ഒരു അമ്പ് തയ്യാറാക്കുന്നു. നായിക അതേസമയം കയ്യിലൊരു പ്രത്യേകതരം ഗിയർ തയ്യാറാക്കി വയ്ക്കുന്നു, ഒരു മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉപകരണം. ശേഷം അവിടെ തകർന്നു കിടക്കുന്ന നമ്മുടെ കപ്പലുണ്ടല്ലോ, ആ കപ്പലിലേക്ക് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് തയ്യാറാവുകയാണ്. അപ്പോൾ നായിക വന്നിട്ട് പറയും നമുക്ക് ഇത് മാത്രമൊന്നും പോരാ, നമുക്ക് തോക്കുകളും മറ്റുമൊക്കെ വേണം, എന്നാലേ ആ മോൺസ്റ്ററിനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഹീറോ അവളെയും കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ വാളുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കുകളേക്കാൾ കൂടുതൽ ഇതാണ് ആവശ്യമെന്ന് ഹീറോ നായികയെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. പക്ഷെ നായികയ്ക്ക് ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വല്ല പിടുത്തമുണ്ടോ? അതുകൊണ്ട് നായകൻ അത് വെച്ച് ഓരോ മുറകളും പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ആ രണ്ട് വാളുകളും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രത്യേക എനർജി പുറത്തേക്ക് വരുന്നു. നായകൻ അത് പരിചയപ്പെട്ട് ഇരിക്കുന്നതാണല്ലോ, നായകൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നായിക പെട്ടെന്ന് ഇത് കണ്ട് അത് പേടിച്ച് താഴേക്ക് ഇടുന്നു. അപ്പോൾ നായകനോട് പറയും ഇതിനെപ്പറ്റി എനിക്കറിയില്ല, എന്നെ ഒന്ന് പഠിപ്പിക്കാമെന്ന്. അതിനുശേഷം നായകനും ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടു പേരും ആ മോൺസ്റ്ററിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ആക്ഷനാണ്. ഇനി അവർക്ക് വേണ്ടത് മോൺസ്റ്ററിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരൊരു വീപ്പക്കുറ്റി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ തെറ്റാലിയിൽ കല്ലൊക്കെ വെച്ചിട്ട് വിടൂലേ, അതുപോലെ ഈ വീപ്പക്കുറ്റി അവർ വലിച്ച് ആ മരുഭൂമിയിലേക്ക് എറിയുന്നു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നമ്മുടെ മോൺസ്റ്റർ ഭൂമിക്കടിയിലൂടെ തുരന്നു പോവുകയാണ്. എന്നിട്ട് വീപ്പക്കുറ്റി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പൂഴിയിൽ നിന്നും പുറത്തേക്ക് ചാടി വരുന്നു. ആ സമയത്ത് നമ്മുടെ നായകൻ നായിക എന്താ ചെയ്തതെന്നറിയോ? മോൺസ്റ്റർ ആ വീപ്പക്കുറ്റി ചെക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഇവർ മറ്റൊരു വഴിയിലൂടെ നായികയുടെ ജീപ്പിനടുത്തേക്ക് പോവുകയാണ്. കാരണം അതിൻ്റെ അകത്താണ് പല ആയുധങ്ങളും ഉള്ളത്, അതും കൂടി എടുത്തിട്ട് വേണം മോൺസ്റ്ററിനെ ആക്രമിക്കാൻ. പക്ഷെ ഇവർ ഓടുന്നത് നമ്മുടെ മോൺസ്റ്റർ കാണുന്നു. ഉടൻ തന്നെ അവരുടെ നേരെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. മോൺസ്റ്റർ അവരെ പിടിച്ചില്ല എന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷെ പെട്ടെന്ന് അവർ ഒരു പേടിയും ഇല്ലാത്തതുപോലെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മോൺസ്റ്ററും അവരുടെ തൊട്ടു പിന്നിലായിട്ട് ഉണ്ട്. അപ്പോൾ നായകൻ നായികയോട് വണ്ടിയിൽ നിന്നും സാധനമെടുക്കാൻ ആംഗ്യം കാണിച്ചിട്ട് മറ്റൊരു ദിശയിലേക്ക് ഓടിപ്പോകുന്നു. ഈ ശബ്ദം കേട്ട് മോൺസ്റ്റർ നായകന്റെ പിന്നാലെ ഓടുന്നു. നായികയാവട്ടെ അവളുടെ വണ്ടിയുടെ അടുത്തേക്കും പോകുന്നു. നായകൻ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് അവൻ്റെ ആ പ്രതിമകളിലെ അവൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞത് അത് വെച്ചിരുന്ന ബാഗ് താഴേക്ക് വീഴുന്നു. നായകൻ പെട്ടെന്ന് തന്നെ നിന്ന് അത് തിരിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് മോൺസ്റ്റർ വന്ന് അവനെ തട്ടിത്തെറിപ്പിക്കുന്നു. പക്ഷേ നായകൻ ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ പിടഞ്ഞെഴുന്നേറ്റ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഷം പുരട്ടിയ അമ്പ് എടുത്തിട്ട് മോൺസ്റ്ററുടെ കണ്ണ് ലക്ഷ്യമാക്കി എയ്യുന്നു. അമ്പ് നേരെ ചെന്ന് ആ മോൺസ്റ്ററുടെ കണ്ണിൽ തുളഞ്ഞു കയറുന്നു. ഇപ്പം ആ മോൺസ്റ്റർക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആ വിഷം കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. വേദന കൊണ്ട് പുളയുകയായിരുന്ന ആ മോൺസ്റ്റർ വാലുകൊണ്ട് നായകനിട്ട് ഒരൊറ്റയടി. നായകൻ തെറിച്ചു വീഴുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അടുത്തത് നായികയുടെ ടേണാണ്. അവൾ അവളുടെ വണ്ടിയിൽ നിന്ന് മെഷീൻ ഗണ്ണൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ മോൺസ്റ്ററിനെ നോക്കി ചറ വെടിയുതിർക്കുന്നു. അതോടെ മോൺസ്റ്റർ നായകനെ വിട്ടിട്ട് നായികയുടെ നേരെ തിരിഞ്ഞു. പക്ഷേ മോൺസ്റ്ററിന്റെ കണ്ണിൽ അമ്പ് കൊണ്ടതുകൊണ്ട് അതിന്റെ കാഴ്ച മങ്ങിയിരിക്കുകയാണ്, കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആ കണ്ണ് നിലത്ത് പൂഴിയിൽ ഒരച്ച് അത് കുറച്ച് ശരിയാക്കിയിട്ട് നായികയുടെ നേരെ വരികയാണ്. അപ്പോൾ നായിക കയ്യിലുണ്ടായിരുന്ന റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് അതിൻ്റെ മുഖത്തേക്ക് ടമാർ വെടിപൊട്ടിക്കുന്നു. മോൺസ്റ്ററിന് അതൊന്നും ഒരു വിഷയമേ അല്ല. ഇന്നെന്താ വിഷുവ, ആരുടെ ഈ പടക്കം പൊട്ടിച്ചത് എന്നുള്ളൊരു ലൈനായിരുന്നു പുള്ളിക്കാരന്. അവൻ വീണ്ടും നായികയുടെ നേരെ പാഞ്ഞെടുക്കുന്നു. നായിക അപ്പം തന്നെ വേഗം അവളുടെ കാറിനുള്ളിലേക്ക് കയറി ഒളിക്കുന്നു. എന്ത് കാറ്, ഇനി എത്ര ബോംബ് വർഷിച്ചാലും ബാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി, അല്ല ഈ മോൺസ്റ്റർ എന്നൊരു മൈൻഡാണ് നമ്മുടെ മോൺസ്റ്ററിന്. പുള്ളിക്കാരന് അത് അട്ടക്കം അടിച്ച് തെറിപ്പിച്ചിരിക്കുന്നു. പക്ഷെ നായികക്ക് കാര്യമായിട്ട് ഒന്നും അപകടം സംഭവിക്കുന്നില്ല. പക്ഷെ മോൺസ്റ്റർ അങ്ങനെയൊന്നും വെറുതെ വിടാൻ തയ്യാറല്ല. അവൻ വീണ്ടും നായികയുടെ നേരെ കുതിക്കുന്നു. മോൺസ്റ്റർ നായികയുടെ തൊട്ടടുത്തെത്തി. തീർന്നു, കഥ തീർന്നു എന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ ചാടി ഈ മോൺസ്റ്ററിന്റെ തലയിലേക്ക് കയറുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ വലിയ വാള് മോൺസ്റ്ററിന്റെ 2 കൊമ്പുകൾക്ക് നടുവിലൂടെ കുത്തി താഴേക്ക് ഇറക്കുന്നു. കുറച്ചു ദൂരം ഇറക്കിയപ്പോഴേക്കും മോൺസ്റ്റർ തല കുടഞ്ഞ് നമ്മുടെ ഹീറോയെ തെറിപ്പിക്കുന്നു. ഹീറോ തെറിച്ചു പോയിട്ട് അവിടെ കിടക്കുന്ന ഒരു വണ്ടിയിലേക്ക് തലയിടിച്ച് ബോധം കെടുന്നു. ഇനി നായികയുടെ കയ്യിൽ മറ്റൊരു ഓപ്ഷനില്ല. ഒന്നുകിൽ ആ മോൺസ്റ്ററിനെ കൊല്ലണം, അല്ലെങ്കിൽ അതിൻ്റെ കൈകൊണ്ട് ചാവണം.
തോറ്റു പിന്മാറാൻ നായിക തയ്യാറായിരുന്നില്ല. ഒട്ടും തന്നെ ചിന്തിച്ച് സമയം കളയാതെ അവൾ മോൺസ്റ്ററിന് നേരെ ഓടി. അവളുടെ കയ്യിൽ ഒരു ഗിയർ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് ഒരു അമ്പ് അതിന് നേരെ എയ്ത് നായിക ജമ്പ് ചെയ്ത് നമ്മുടെ മോൺസ്റ്ററിന്റെ തലയിലേക്ക് എത്തുന്നു. നായകൻ പാതി കുത്തിയിറക്കിയ ആ വാളിലെ അത് നായിക വീണ്ടും വീണ്ടും താഴേക്ക് കുത്തിയിറക്കുന്നു. മോൺസ്റ്റർ വേദന കൊണ്ട് പുളയുകയാണ്. അവിടെയുള്ള പാറക്കെട്ടുകളിലൊക്കെ തലയിടിച്ച് ആ പാറക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മോൺസ്റ്റർ. അങ്ങനെ ഒടുവിൽ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ നായിക ആ വാള് പൂർണ്ണമായും കുത്തി അതിന്റെ തലയിലേക്ക് ഇറക്കുന്നു. മോൺസ്റ്റർ അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു. അതിനുശേഷം നായകന്റെ അടുത്തേക്ക് പോകുന്നു. നായകന് അപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. നായിക എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൺസ്റ്ററുടെ തൊലി പതിയെ ഇളക്കി നായകനെ അതിനുള്ളിൽ കിടത്തി വലിച്ചു കൊണ്ടുപോകുന്നു. അവിടെ കൊടുങ്കാറ്റും നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം നായിക ചെയ്തത് അവളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതൊരു ടെന്റ് പോലെ ആക്കിയതിന് ശേഷം നായകനെ അതിനുള്ളിൽ കിടത്തി അവളുടെ കയ്യിലുണ്ടായിരുന്ന CPR കിറ്റ് ഉപയോഗിച്ച് അവന്റെ നെഞ്ചിലേക്ക് അത് കുത്തിയിറക്കി നായകനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത ദിവസം രാവിലെ നായിക ആ ബാഗ് തുറന്ന് നായകന് ജീവനുണ്ടോ എന്ന് നോക്കുന്നു. പെട്ടെന്നൊരു പ്രേതത്തിനെ പോലെ അവൻ എഴുന്നേറ്റ് വരുന്നു. അതിനുശേഷം അവൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ വയറൊക്കെ അവൻ വലിച്ചു വരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ മുന്നോട്ടേക്ക് നടക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ആ കൊടുങ്കാറ്റിന് നടുവിലുള്ള ഒരു ടവറിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ആ മണൽ തീരത്ത് നിന്നും ഒരു ചെറിയ കാട് പോലുള്ള സ്ഥലത്തേക്ക് വരുന്നു. അവിടെയാണെങ്കിൽ ഒരു തടാകമുണ്ട്. അതിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് നായിക പോകുമ്പോൾ ചിറകുള്ളൊരു സ്രാവ് ചാടി അവളെ ആക്രമിക്കാൻ വരുന്നു. നായകൻ ഒറ്റ വെട്ടിന് അതിൻ്റെ 2 തുണ്ടമാക്കുന്നു. എന്നിട്ട് നായികയോട് പറയുന്നു, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ഞാൻ നിന്റെ ജീവനും രക്ഷിച്ചു എന്ന്. അതിനുശേഷം ചത്തുപോയ ആ മീനിനെ അവർ കുക്ക് ചെയ്ത് ഭക്ഷിക്കുന്നു. കുറേ നാളായിട്ട് ഭക്ഷണം കഴിക്കാത്ത നായികയ്ക്ക് അത് വലിയ അമൃത് പോലെയാണ് തോന്നിയത്. അവളത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഓരോന്ന് തമാശ പറഞ്ഞുമൊക്കെ ഇരിക്കുകയാണ്. രാത്രിയായി. ഹീറോ വീണ്ടും പഴയതുപോലെ പൂജ ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു ഭൂമി കുലുക്കം പോലെ എന്തോ അനുഭവപ്പെടുന്നു. എന്തോന്നിടെ ഇത് വീണ്ടും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കാട് മുഴുവൻ കത്തിയെരിയുകയാണ്. ഏതോ ഒരു ജീവി ആ കാടിന് തീയിട്ടിരിക്കുകയാണ്. ഒരുപാട് ദിനോസറുകളൊക്കെ ഇവരിയ്ക്കുന്ന ഭാഗത്തേക്ക് ഓടി വരികയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ 2 പേരും അവിടെ നിന്ന് കുതറി ഓടുന്നു. ഓടുന്നതിനിടയിൽ നായിക അടിതെറ്റി വീഴുന്നു. ദിനോസറുകളൊക്കെ അവളുടെ മേലെ ചവിട്ടും, അവളെ ചതഞ്ഞരയും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴേക്കും ആദ്യം കണ്ട ആ സംഘത്തിന്റെ തലവനില്ലേ, നമ്മുടെ നായകൻ്റെയൊക്കെ കപ്പിത്താൻ, അയാൾ കയ്യിലൊരു തീ കത്തുന്ന വാളുമായിട്ട് ചാടി വീഴുന്നു. എന്നിട്ട് ഓടി വരുന്ന ദിനോസറുകളെയൊക്കെ ഭയപ്പെടുത്തി ദിശ മാറ്റുന്നു. നമ്മുടെ നായകനാവട്ടെ മറ്റൊരു സ്ഥലത്തുകൂടി ഓടുകയാണ്. പക്ഷെ അവൻ ചെന്നെത്തുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായകൻ കുഴങ്ങി. തൊട്ടു പിന്നാലെയായിട്ട് ദിനോസറുകളൊക്കെ ഓടി വരുന്നുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം പെട്ടെന്ന് നായകന്റെ സംഘത്തിലെ ഒരു പെണ്ണ് ഒരു കയറിൽ തൂങ്ങി പറന്നു വന്ന് നായകനെ പിടിച്ച് ഉയർത്തുന്നു. അവർ ഈ ദിനോസറിൻ്റെ ഒക്കെ മുകളിലൂടെ ത്രെഡ് മില്ലിൽ ഓടുന്നത് പോലെ പിന്നിലേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും വേറെ 2 പേരും കൂടി വന്നിട്ട് ഇവരെ സഹായിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നായികയും ആ കപ്പിത്താനും കൂടിയിട്ട് അവരവരുടെ വാളുകൾ ഉപയോഗിച്ച് ദിനോസറുകളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നായികയും സേഫ് ആവുന്നു. അതിനുശേഷം നായിക ആ കപ്പിത്താനോട് നന്ദി പറയുന്നു. അയാളും ഇംഗ്ലീഷിൽ തന്നെ നായികയോട് മറുപടി പറയുന്നു. ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ എന്താ ചെയ്യുക, ഇനി ഒരുപാട് സഹായങ്ങൾ ലഭിക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് കൈകൊണ്ട് നായികയുടെ മുഖത്തേക്ക് ഒരൊറ്റ കുത്ത്. അതോടെ നായിക ടമാർ ബോധം കെട്ട് വീഴുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നായികയെ ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുന്നതാണ്. അവർ ആ ഹണ്ടേഴ്സിൻ്റെ സ്ഥലത്താണ് ഉള്ളത്. അവളുടെ കൂടിന് പുറത്ത് 2 ഹണ്ടേഴ്സ് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. ഇവളെ കളിയാക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോഴേക്കും നായകനും അവിടേക്ക് വരുന്നു. പക്ഷേ അവളെ സഹായിക്കുന്നൊന്നുമില്ല. അവളെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം നായിക ആ പൂട്ട് തല്ലി പൊട്ടിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടുന്നു. മറ്റൊരു റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ മുഴുവൻ കത്തി തൂങ്ങിക്കിടക്കുകയാണ്. അവൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഒറ്റക്കണ്ണൻ പൂച്ച ഒരു കത്തി എടുത്തിട്ട് അവളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു. അപ്പോഴേക്കും നായകൻ അവിടെ എത്തും. നായികയും കൂട്ടിയിട്ട് പോകും. ആ പൂച്ച ഒരു വാറിയറൊന്നും അല്ല കേട്ടോ, അത് അവിടുത്തെ ദഹനക്കാരനാണ് എന്ന് വെച്ചാൽ കുക്ക്. അപ്പോൾ പുള്ളിക്കാരനത് യുദ്ധം ചെയ്യുന്ന പോലെയാണ് അവിടെ പാചകം ചെയ്യുന്നത്. നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. അതിനുശേഷം നായിക ആ ഹണ്ടേഴ്സ് സംഘത്തിൻ്റെ തലവനെ കാണുന്നു. ബന്ദിയാക്കിയതിന് അയാൾ നായികയോട് ക്ഷമ ചോദിക്കും. തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും അയാൾ പറയുന്നു. അതിനുശേഷം നായിക ഈ 2 ലോകങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ആരാണ് ഈ മോൺസ്റ്റേഴ്സൊക്കെ എന്നും നായിക അയാളോട് ചോദിക്കുന്നു.
അയാൾ പറയും ഇത് അവരുടെ പൂർവികർ ഉണ്ടാക്കിയ ഒരു ആകാശ സ്തൂപമുണ്ട്, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ അതിൻ്റെ കാവൽക്കാരാണ്, നമ്മുടെ പൂർവികരാണ് ഇതുപോലുള്ള മോൺസ്റ്റേഴ്സിനെ അത് കാക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതും. ആ ആകാശഗോപുരമാണ് 2 ലോകങ്ങളുടെയും വാതിൽ. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തിലേക്കും തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷേ അവിടെ ഏറ്റവും വലിയ വിലങ്ങതടി എന്നുള്ളത് മറ്റൊരു വലിയ മോൺസ്റ്ററാണ്. റാത്തലോസ് എന്നാണ് ആ മോൺസ്റ്ററിന്റെ പേര്. അതിനെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ ആകാശ സ്തംഭത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നേതാവ് അവളോട് പറയുന്നു. റാത്തലോസിനെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തേക്ക് പോകാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളും ചെയ്യാം, പക്ഷേ നിങ്ങൾ റാത്തലോസിനെ കൊല്ലാൻ ഞങ്ങളോട് സഹായിക്കണം എന്ന് ക്യാപ്റ്റൻ അവളോട് പറയുന്നു. അങ്ങനെ നായകനും നായികയും ആ സംഘത്തലവനും പിന്നെ ആ സംഘത്തിലെ കുറച്ചു പേരും ചേർന്നിട്ട് ആ ആകാശഗോപുരത്തിനടുത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ദേഹണ്ണക്കാരൻ ഒറ്റക്കണ്ണൻ പൂച്ച നായികയെ നോക്കി ഒരു ഉമ്മ കൊടുക്കുന്നു. നായികയും ചിരിച്ചുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് അവർ ആ ആകാശഗോപുരത്തിനടുത്തെത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും റാത്തലോസ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ റാത്തലോസ് എന്ന് പറയുന്നത് തീ തുപ്പുന്ന ഒരു ഡ്രാഗണാണ്, വളരെ ഭീമാകാരനായ ഒരു ഡ്രാഗൺ. സംഘത്തലവൻ അവരോടെല്ലാവരോടുമായിട്ട് പറയും റാത്തലോസ് ഏറ്റവും ദുർബലനാകുന്നത് അത് തീ തുപ്പുന്ന ആ ഒരവസ്ഥയിലായിരിക്കും. ആ സമയത്ത് അതിനെ ആക്രമിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അതിനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുമെന്നും ക്യാപ്റ്റൻ അവരോട് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് റാത്തലോസിനെ ആക്രമിക്കുകയാണ്. വളരെ വിദഗ്ധമായിട്ട് അവർ റാത്തലോസിനെ ആക്രമിക്കുന്നു. പക്ഷേ ഇവരിൽ നിന്നെല്ലാം റാത്തലോസ് രക്ഷപ്പെടുന്നുണ്ട്. അത് തിരിച്ച് ഇവരുടെ സംഘത്തിലുള്ളവരെ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഭൂമിയിലേക്കുള്ള ആ വാതിൽ തുറക്കപ്പെടുന്നു. റാത്തലോസിനെ ആക്രമിക്കുന്നതിനിടയിൽ നായിക വന്ന് പതിക്കുന്നത് ആ വാതിലിനുള്ളിലൂടെയാണ്. അവൾ അതിലൂടെ താഴേക്ക് പതിക്കുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഭൂമിയിൽ എത്തിയിരിക്കുന്നു. നായികയെയും സംഘത്തെയും അന്വേഷിച്ച ആർമി സംഘം അവിടെ എത്തിച്ചേരുന്നു. അവർ നായികയെയും എടുത്ത് ഒരു ഹെലികോപ്റ്ററിൽ അവരുടെ ആസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഹെലികോപ്റ്ററിന്റെ മുൻപിലായിട്ട് വലിയ കൊടുങ്കാറ്റും ഇടിവെട്ടുമൊക്കെ ഉണ്ടാകുന്നു. അതിലൂടെ റാത്തലോസ് ഭൂമിയിലേക്ക് വരുന്നു. ആ ചോപ്പർ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാരെ അത് അതിനുള്ളിൽ വെച്ച് തന്നെ കുത്തി കൊലപ്പെടുത്തുന്നു. ചോപ്പർ അവിടെ നിന്ന് തന്നെ ആക്രമിച്ച് വലിച്ചെറിയുന്നു. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രം നായികയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവൾക്ക് ആ ആകാശഗോപുരത്തെ പറ്റിയും റാത്തലോസിനെ പറ്റിയൊക്കെ ആ കപ്പിത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. റാത്തലോസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് അത് തീ തുപ്പുന്ന അവസ്ഥയിൽ അതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് എന്നുള്ള കാര്യവും നായിക ഓർത്തുകൊണ്ടേയിരിക്കുന്നു. റാത്തലോസ് ഈ സമയത്ത് അവിടേക്ക് വരുന്ന എല്ലാ പട്ടാളക്കാരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്കർ, പീരങ്കി എന്താണെന്നും നോക്കാതെ എല്ലാം കടിച്ച് പറിച്ച് എടുത്ത് തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ തന്നെ വിട്ടുകഴിഞ്ഞാൽ ഭൂമിയെയും നശിപ്പിക്കുമെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന 2 ബുള്ളറ്റ് എടുക്കുന്നു. അതിനുശേഷം റാത്തലോസിനെ ആക്രമിക്കാനായിട്ട് തകർന്ന ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതേസമയം ഈ റാത്തലോസ് എന്താ ചെയ്തതെന്നറിയോ? ഉയർന്ന് പൊങ്ങി മുകളിൽ പോയിട്ട് ആർമിക്കാർ ഒരു വിമാനത്തിൽ വരുന്നുണ്ടായിരുന്നു. അതിന്റെ 2 ചിറകുകളും പിഴുതെടുത്ത് ആ വിമാനം വലിച്ചെറിയുന്നു. ചിറകില്ലാത്ത ആ വിമാനം നേരെ ഭൂമിയിലേക്ക് വന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുന്നു. അവിടെ നിന്ന് റാത്തലോസ് നേരെ ഭൂമിയിലേക്ക് വന്നിട്ട് വായിൽ നിന്ന് തീ പുറത്തേക്ക് തുപ്പും. മരണമാസ് സീനാണ് അത്. നായികക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്നിട്ട് നായിക എന്ത് ചെയ്യുന്നറിയോ? അവളുടെ കയ്യിൽ ആ ഗിയർ ഉണ്ടല്ലോ, അത് വെച്ച് അവന്റെ റാത്തലോസിന്റെ ശരീരത്തിലേക്ക് പിടിപ്പിച്ച് അവൾ പറന്ന് റാത്തലോസിന്റെ ഒരു ചിറക് കത്തി കൊണ്ട് അരിഞ്ഞു കളയും. അതോടെ നായികയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് റാത്തലോസ് വാ തുറന്ന് തീ തുപ്പാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റ് നായിക തന്റെ കൈ കരിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തീയിലേക്ക് കാണിച്ചിട്ട് ആ ഗിയറിൽ വെച്ചിട്ട് കയ്യിലുള്ള ആ ഗിയറിൽ വെച്ചിട്ട് റാത്തലോസിന്റെ വായിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. റാത്തലോസ് തീ തുപ്പാൻ പോകുന്ന അതേ പൊസിഷനിൽ തന്നെ ഈ ബുള്ളറ്റ് 2ഉം അവന്റെ വായിലേക്ക് പോകുന്നു, പൊട്ടിത്തെറിക്കുന്നു. റാത്തലോസിന്റെ ശരീരം മുഴുവൻ കത്താൻ തുടങ്ങി. ദേഹം മുഴുവൻ കത്തിയെരിഞ്ഞ് റാത്തലോസ് താഴേക്ക് പതിക്കുന്നു. അങ്ങനെ റാത്തലോസ് മരണപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ നായിക സമാധാനിക്കുന്നു. പക്ഷെ ഒന്നും തീർന്നിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. പെട്ടെന്ന് തന്നെ റാത്തലോസ് എഴുന്നേറ്റ് നായികയെ വീണ്ടും ആക്രമിക്കാൻ വരുന്നു. പക്ഷെ അതിന് തീതുപ്പാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും അത് നായികയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയിൽ ബോംബ് വെച്ച ഒരു അമ്പ് അതിന് നേരെ ആരോ എയ്തുവിടുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകൻ തുടരെ തീ കത്തിച്ചുകൊണ്ട് അമ്പുകൾ അതിന് നേരെ എയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വെട്ടി പൊട്ടി തീ കത്തി റാത്തലോസ് അവിടെ കത്തി അമരുന്നു. ആ പട നായിക ഹാപ്പിയായി. നായകനോട് നന്ദിയും പറയുന്നു. അപ്പോൾ ആ ഹണ്ടർ സംഘത്തിന്റെ തലവനും അങ്ങോട്ടേക്ക് വരുന്നു. നിനക്ക് സഹായം ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്, അതുകൊണ്ടാണ് ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ആ സംഘത്തലവൻ പറയുന്നു. അവർ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും ചുഴലിക്കാറ്റ് രൂപപ്പെടും. ആ സ്കൈ ടവറിന് മുകളിൽ നിന്നും മറ്റൊരു റാത്തലോസ് അവർക്ക് നേരെ വരുന്നു. ആ സ്കൈ ടവറാണ് ഇതിനെല്ലാം കാരണം. അത് നശിപ്പിക്കാതെ തങ്ങൾക്ക് ഇനി ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ പരസ്പരം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കൈ ടവർ നശിപ്പിക്കണം.
വേണം. പക്ഷെ അതിനു മുമ്പ് ഈ റാത്തലോസിനെ കൊല്ലേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അവർ 3 പേരും അവരുടെ ഓരോ സ്റ്റൈലിൽ അവരുടെ ഓരോ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റാത്തലോസിനെ ആക്രമിക്കാനായിട്ട് ചാടി പുറപ്പെടുന്നു. 3 പേരും വേറെ ലെവല് സാധനങ്ങൾ കാണിച്ചുകൊണ്ട് റാത്തലോസിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഹിന്റ് ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും കഥകൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ